ഡിസംബർ 18-നായിരുന്നു ദർശനയ്ക്ക് 17 വയസ്സ് തികയുന്നത്. കുടുംബത്തോടൊപ്പം വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് ജന്മദിനം ദർശനയും വീട്ടുകാരും കൊണ്ടാടിയതും. ജന്മദിനാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പരിചയക്കാർക്കും അയൽക്കാർക്കും കേക്ക് നൽകാനെന്ന് പറഞ്ഞാണ് ദർശന വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. എന്നാൽ രാത്രി ഏറെ വൈകിട്ടും പെൺകുട്ടി തിരിച്ചെത്തിയില്ല. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഇതിനിടെ കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പെൺകുട്ടിയും 2 സുഹൃത്തുക്കളും ചേർന്ന് ബൈക്കിൽ പോയതായി വിവരം ലഭിക്കുന്നത്. ഇതുകൂടാതെ പെൺകുട്ടിയോടൊപ്പം പോയ 2 ആൺകുട്ടികളും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. 3 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലുമായിരുന്നു. ഇതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് 3 പേർക്കുമായുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു കുളത്തിനരികിലൂടെ പോയവരാണ് കുളത്തിൽ 3 മൃതദേഹങ്ങൾ പൊന്തിക്കിടക്കുന്നതായി കാണുന്നത്. ഇതോടെ പോലീസും കുട്ടിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി കാണാതായ പെൺകുട്ടിയാണ് മരിച്ചവരിൽ ഒരാളെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതുകൂടാതെ 2 ആൺകുട്ടികളെയും ബന്ധുക്കളെത്തി തിരിച്ചറിയുകയും ചെയ്തു. 17-കാരിയായ ദർശനയുടെ സുഹൃത്തുക്കളായ ആകാശ്, മാരിമുത്തു എന്നിവരാണ് മരണപ്പെട്ടത്. ഇവർ 3 പേരും കൂടി ബൈക്കിൽ പോകുന്ന സമയത്ത് വളവ് ശ്രദ്ധയിൽപ്പെടാതെ നിയന്ത്രണം വിട്ട് ബൈക്ക് കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. കൊടുംവളവിൽ ഇരുമ്പ് പൈപ്പിൽ തട്ടി 3 പേരും കുളത്തിലേക്ക് വീണിരിക്കാനാണ് സാധ്യത. മരണപ്പെട്ട ദർശന ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളാണ് ആകാശ്. ഇവരുടെ സൗഹൃദം പിന്നീട് പ്രണയത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ദർശനയുടെ ബന്ധു കൂടിയായ മാരിമുത്തുവിന് ഇവരുടെ സൗഹൃദം അറിയാമായിരുന്നു. ദർശനയുടെ ജന്മദിനത്തിന് ഒരു സർപ്രൈസ് സമ്മാനം നൽകാൻ വേണ്ടിയാണ് ആകാശ് ഇവിടേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മാരിമുത്തുവും ആകാശും ഒരുമിച്ച് മദ്യപിച്ചുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനുശേഷമാണ് 2 പേരും ചേർന്ന് ബൈക്കിലെത്തി ദർശനയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മാരിമുത്തുവാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും 3 പേരുടെയും മരണം ഉദുമൽപേട്ടയ്ക്ക് സമീപത്തുള്ള കുറിച്ചിക്കോട്ടെ മാനുപ്പടി നിവാസികളെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.